ചർച്ചയിലേക്ക് ശ്രീ PM നിയാസ്, സെനറ്റ് അംഗങ്ങളെ നിശ്ചയിച്ചതിൽ തങ്ങൾക്ക് എതിർപ്പില്ല എന്നുള്ളൊരു നിലപാടാണ് കെ സുധാകരന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കോൺഗ്രസിന്റെ നിലപാട് അത്തരത്തിൽ തന്നെയാണോ? നോക്കൂ, ഞാനിതിൽ കൃത്യമായി പറഞ്ഞു. ഞാനാണ് നേരത്തെ പറഞ്ഞ രാംദുലാരി സിൻഹ ഉൾപ്പെടെയുള്ള നിരവധി ചാൻസലർമാരായി ഗവർണർമാരായിട്ടുള്ള അക്കാലത്തെ ചാൻസലർമാർ ഇത്തരത്തിൽ അധികാരമെടുത്തിട്ടുണ്ട്. ഞാൻ മറിച്ചൊരു ചോദ്യം സലീമിനോട് ചോദിക്കട്ടെ. സലീമെ, അങ്ങയുടെ ഗവൺമെൻറ് താല്പര്യമുള്ള കേരളത്തിലെ വൈസ് ചാൻസലർമാർ കൊടുത്തിരിക്കുന്ന പേരുകൾ എത്രമാത്രം കറതീർന്നതാണ്, എത്രമാത്രം യോഗ്യതയുള്ളവരാണ്? പാർട്ടിക്കാരായ ചില സിൽബന്ദികളെ അവിഹിതമായി കയറ്റി വെക്കാനല്ലേ കാലാകാലങ്ങൾ ശ്രമിച്ചിട്ടുള്ളൂ? അത് തന്നെയല്ലേ കണ്ണൂർ വൈസ് ചാൻസലറെ വെക്കുന്ന കാര്യത്തിൽ താങ്കളുടെ മുഖ്യമന്ത്രി നേരിട്ട് പോയി അഭ്യർത്ഥിച്ചത്? അപ്പോൾ അത് അയോഗ്യനായ ആളെ അയോഗ്യമായ അല്ലെങ്കിൽ നിയമവിരുദ്ധമായ മാർഗത്തിലൂടെ കൊണ്ടുവരാൻ ശ്രമിച്ച ബിന്ദു എന്ന് പറയുന്ന മന്ത്രിയും കേരളത്തിലെ മുഖ്യമന്ത്രിയും ചെയ്ത തെറ്റൊന്നും കേരളത്തിലെ ഗവർണർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഇവിടെ ഒരു കാര്യമുണ്ട്. കേരള സർവകലാശാലയിൽ വിദ്യാർത്ഥി നിയമനം നടത്തിയത് അത് ശരിയല്ല എന്ന് ഹൈക്കോടതിയുടെ ഒരു കണ്ടെത്തലുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്ററിം ഓർഡറുണ്ട്. ആ ഓർഡർ പ്രകാരം അത് തിരുത്തപ്പെടേണ്ടതാണ്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഇപ്പോൾ വെച്ചിരിക്കുന്നതും നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേരുകളും തമ്മിൽ താരതമ്യം ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം വെച്ച് നമുക്ക് പരസ്പരം ഡിബേറ്റ് ചെയ്യാം. ഓരോരുത്തരുടെയും കഴിവുകളും നമ്മൾ നോക്കാം. അവർ യോഗ്യരാണോ യോഗ്യരല്ല എന്ന് നോക്കാം. എന്നിട്ട് താങ്കളുടെ വാദമാണ് ശരിയെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാം. അത് അങ്ങ് തയ്യാറുണ്ടോ? ഞാൻ ചോദിച്ചത് അങ്ങ് ഇപ്പോഴും മറുപടി പറഞ്ഞില്ല. ഇതിനേക്കാൾ കൂടുതൽ പ്രശ്നമുണ്ടായി ആരോഗ്യ സർവകലാശാല ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ മറ്റ് സർവകലാശാലയിൽ താങ്കളുടെ പേരുകൾ, താങ്കളുടെ ഗവൺമെൻറ് നൽകിയ പേരുകൾക്ക് പകരം വൈസ് ചാൻസലറെ നിയമിച്ചത് ഉൾപ്പെടെയുള്ള ഗൗരവതരമായ കേരളത്തിലെ ഗവർണർ ചെയ്ത ഗവർണർ ചെയ്ത നടപടി ഉണ്ടായതിനു ശേഷമാണ് ഗവർണർ ചാൻസലർ സ്ഥാനം ഒഴിയാമെന്ന് തീരുമാനിച്ചത്. എന്നിട്ടും താങ്കൾ മുന്നോട്ട് പോയത്, താങ്കളും സംഘപരിവാറും താങ്കളുടെ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും അമിത്ഷായും തമ്മിലുള്ള ആ അന്തർലീനമായ ആ കൊടുക്കൽ വാങ്ങലിൽ പ്രശ്നമുണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ താങ്കളുടെ പാർട്ടി അന്ന് ഞങ്ങൾ ഉയർത്തിയ അടിയന്തര പ്രമേയത്തെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത്. ഞാനൊരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കുന്നു. SFIയുടെ കാര്യങ്ങൾ ഇവിടെ പ്രിൻ്റ് ഇവിടെ പറഞ്ഞു. എത്ര കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ള. SFIക്കാരായ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ PSCയുടെ ഉത്തരക്കടലാസുകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ കണ്ടെടുത്തു. ആ ഉത്തരത്തിൽ 1ാം റാങ്കുകാരും 2ാം റാങ്കുകാരും SFIക്കാരായ SI ടെസ്റ്റുകളിൽ 1ാം സ്ഥാനത്തും 4ാം സ്ഥാനത്തും എത്തിയത് ചരിത്രമല്ലേ? എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ആ പരീക്ഷ റദ്ദാക്കിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കാലാകാലങ്ങളിൽ SFIക്കാരൻ BCom പാസ്സാവാത്തതിനെ അതേ കോളേജിൽ MCom വെച്ചപ്പോൾ നിങ്ങൾ മിണ്ടിയില്ല. തോറ്റ സ്ഥാനാർത്ഥി, ഒരിക്കലും മത്സരിച്ചിട്ടില്ലാത്ത സ്ഥാനാർത്ഥിയെ UUC ആയി കൊണ്ടുവന്ന പാർട്ടിയാണ് SFI. അപ്പോൾ SFI എന്ന് പറയുന്ന തമ്മാടിക്കൂട്ടം ഈ രാജ്യത്തെ അരാജകവാദികളായ, ഈ രാജ്യത്തെ ഗുണ്ടകളായ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ലഹരി മാഫിയയുടെ ആളുകൾ. അതുകൊണ്ടാണല്ലോ വയനാട്ടിലെ വിവിധ പോളിടെക്നിക്കുകളിൽ നടന്ന നടപടികൾ എന്താ? രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കാൻ പോയ പ്രതികളിലെല്ലാം ലഹരി മരുന്നിന് അടിമപ്പെട്ടവരാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും അങ്ങനെയാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പോൾ കുട്ടികൾ ഇന്ന് കേരളത്തിൽ, ഒറ്റ കാര്യം കൂടി ഞാൻ പറയാം, ഇന്ന് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ +2 കഴിഞ്ഞ എല്ലാവരും എത്ര ശതമാനം? 30% വിദ്യാർത്ഥികൾ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ പോകുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനം അത് കേരളമാണ്. കേരളത്തിലെ എഞ്ചിനീയറിംഗ് സീറ്റുകൾ എത്ര ലക്ഷമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്? കേരളത്തിലെ ഡിഗ്രി സീറ്റുകൾ എത്ര ശതമാനമാണ് ഒഴിഞ്ഞു കിടക്കുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിവിധ കോഴ്സുകൾ ഒഴിഞ്ഞു കിടക്കാനുള്ള കാരണം SFIയുടെ അതിപ്രസരമാണ്. ജനാധിപത്യം എന്ന് പറയുന്നത് അവരുടെ കൊടികളിൽ എഴുതി വെച്ചെങ്കിലും അശേഷം ജനാധിപത്യവാദിയല്ലാത്ത പാർട്ടിയാണ്. എൻ്റെ പ്രിയ സഹോദരൻ സലീമും അദ്ദേഹം ഡെമോക്രാറ്റാണ്, അല്ലെങ്കിൽ അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആളാണ്. എപ്പോഴും സോഷ്യലിസ്റ്റ് പാർട്ടി ജനാധിപത്യത്തെ ബഹുമാനിച്ചിട്ടുള്ളൂ, അംഗീകരിച്ചു മാത്രമേ ഉള്ളൂ. എന്നാൽ സലീം മടവൂരെ, നിങ്ങൾ ഏതെങ്കിലും ക്യാമ്പസിൽ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയെ SFI അംഗീകരിച്ചിട്ടുണ്ടോ? എത്ര നിങ്ങളുടെ പാർട്ടി പ്രവർത്തകർ, ASFിൻ്റെ പാർട്ടി പ്രവർത്തകർ, LDF മുന്നണിയിലുള്ളവ
ഏതെങ്കിലും ആളുകൾക്ക് അടി കിട്ടാതെ SFIക്കാരിൽ നിന്നും അടി കിട്ടാതെ മുന്നോട്ട് കൊണ്ടുപോയ കാര്യമുണ്ടോ? അപ്പോൾ SFI എന്നൊരു തെമ്മാടക്കൂട്ടത്തെ ഇങ്ങനെ കയറൂരി വിട്ടെങ്കിൽ മാത്രമേ CPM കേരളത്തിൽ നിലനിൽപ്പുള്ളൂ. ഈ ഗുണ്ടാ നേതാവായ ഈ കേരളത്തിലെ മുഖ്യമന്ത്രി, തനിച്ച ഗുണ്ടയായ കേരളത്തിലെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിലെ പഴയ ഗുണ്ടാ നേതാവിന്റെ പരിവേഷത്തിൽ നിന്നും ഇന്നും മുഖ്യമന്ത്രിയുടെ പരിവേഷത്തിൽ അദ്ദേഹത്തിന് മാറാൻ അദ്ദേഹത്തിന്റെ മനസ്സും ശരീരഭാഷയും അദ്ദേഹത്തിന്റെ മനസ്സും പ്രവൃത്തിയും ഒന്നും മാറിയിട്ടില്ല. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടി, അങ്ങനെയുള്ള ഗുണ്ടകളെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി SFIയെ ഇങ്ങനെ കുട്ടി ഗുണ്ട തെമ്മാടി കൂട്ടങ്ങളാക്കി മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് ഒരു ശക്തമായ നിലപാട് ഗവർണറുടെ ഭാഗത്തുണ്ടായി എങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ ഏതർത്ഥത്തിലും അംഗീകരിക്കുക തന്നെ ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ചെയ്തിരിക്കുന്ന പല തീരുമാനങ്ങളും, ഒരു കാര്യം തുറന്നു പറയാൻ ആഗ്രഹിക്കട്ടെ, ഒരു യൂണിവേഴ്സിറ്റിയിലെ ചാൻസലർ യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്നു വരുമ്പോൾ SFIയുടെ ആളുകൾ ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത്? സഭ്യതയില്ലാത്ത മുദ്രാവാക്യങ്ങൾ, സഭ്യതയില്ലാത്ത ബാനറുകൾ കെട്ടി അവർക്ക് ഗവർണറുടെ താമസിക്കുന്ന പരിപാടി നടക്കുന്ന തൊട്ടടുത്ത് 100 മീറ്റർ അപ്പുറത്ത് വന്ന് ഇങ്ങനെ സംഘടിച്ച് നിൽക്കുമ്പോൾ കയ്യും നെട്ട് നിൽക്കുന്ന പോലീസ് ഈ ഗുണ്ടകളെ, ഈ മാടിക്കൂട്ടങ്ങളെ ഇങ്ങനെ കയറൂരി വിട്ടാൽ കേരളത്തിൽ നിന്നും എന്നേക്കുമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം, ഇത് SFIക്കാരല്ലാത്ത മുഴുവൻ ആളുകളും ആ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും കൊഴിഞ്ഞുപോക്കുണ്ടാകും. അത് കേരളത്തിൽ അവിടെ ഉണ്ടാക്കുന്ന റവന്യൂ നഷ്ടം, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി, കേരളത്തിലെ ജനസമൂഹം എന്നേക്കുമായി ഇന്ത്യയിൽ നിന്നും കേരളത്തിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്കോ പോകേണ്ട ഗതികളുണ്ടാകും. എൻ്റെ മക്കളടക്കം ഇന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പഠിക്കാനല്ല. എൻ്റെ കുടുംബത്തിലോ എനിക്ക് പരിചയമുള്ളവരെ ഒരു 100 പേരെടുത്താൽ അത് 90% ആളുകളും ആഗ്രഹിക്കുന്നത് കേരളത്തിന് പുറത്തോ വിദേശത്തൊക്കെ പോകാനാണ്. കാരണം നിങ്ങൾ ഈ തെമ്മാടി കൂട്ടത്തിനിടയിൽ പഠിക്കുവാൻ അവരാഗ്രഹിക്കുന്നില്ല, രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസ വിചക്ഷണന്മാർ പോലും, ഏറ്റവും നല്ല അധ്യാപകർ, ഏറ്റവും നല്ല ശാസ്ത്രജ്ഞന്മാർ, ഏറ്റവും നല്ല ഉന്നത മേഖലയിലുള്ള ആളുകളൊക്കെ ഇന്നൊരു കൊഴിഞ്ഞുവെക്കിൻ്റെ വക്കാണ്. കേരളം വിദ്യാഭ്യാസ രംഗത്ത് ശ്മശാനമുഖമാക്കി മാറ്റുവാൻ ഉള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങേപ്പോലുള്ള സോഷ്യലിസ്റ്റുകൾ, അങ്ങേപ്പോലെയുള്ള ഏറ്റവും നല്ല ജനാധിപത്യത്തെ വിശ്വസിക്കുന്ന ആളുകൾ ഇതിനെതിരായി പ്രതികരിക്കാൻ തയ്യാറാവണം. ഈ SFIയുടെ തെമ്മാടിക്കൂട്ടത്തിനെതിരായി നിലപാടെടുത്ത ഗവർണറാണ് ശരിയെന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കോഴിക്കോട്ടും കേരളത്തിലും ഉള്ളത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇന്ന് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് കോഴിക്കോട് മിഠായിത്തെരുവിൽ, ചരിത്രമിറങ്ങുന്ന മിഠായിത്തെരുവിൽ ജനങ്ങളുടെ വലിയ രീതിയിലുള്ള സ്നേഹം പിടിച്ചുപറ്റാൻ സാധിച്ചത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഗവർണറുടെ നന്മയേക്കാൾ, ഗവർണറുടെ പ്രവർത്തനത്തെക്കാൾ ഏറ്റവും പ്രധാനം നിങ്ങളോടുള്ള എതിർപ്പാണ്. SFIയോടുള്ള, മുഖ്യമന്ത്രിയോടുള്ള, LDFിനോടുള്ള, CPMനോടുള്ള എതിർപ്പും അമർഷവുമാണ് കേരളത്തിലെ ജനങ്ങൾ മുന്നോട്ട് കൊണ്ടിരിക്കുന്നത്. തെമ്മാടിക്കൂട്ടങ്ങളെ എല്ലാവരെയും, അത് SFI ആണെങ്കിലും, അത് യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും, KSU ആണെങ്കിലും, അതുപോലെ തന്നെ ABP ആണെങ്കിലും, തെമ്മാടിക്കൂട്ടങ്ങളായി കാണുവാൻ എല്ലാവർക്കും ഒരു നീതിയായി, ഇരട്ട നീതിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയായി കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഒരിക്കലും ഉയരാൻ കഴിയില്ല. സ്വന്തം മകൾക്ക് പണിയെടുക്കാതെ മാസപ്പടി വാങ്ങുവാൻ സ്വന്തം മകൻ്റെ അമ്മായിയപ്പന് കേരളത്തിലെ ജനങ്ങളിൽ നിന്നും അങ്ങ് പോക്കറ്റടിച്ച് അമ്മായിയപ്പന് കൊടുക്കുവാനുള്ള ഒരു അമ്മായിയപ്പനായി കേരളത്തിലെ മുഖ്യമന്ത്രി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഈ യാത്ര അദ്ദേഹത്തിൻ്റെ CPMൻ്റെയും അദ്ദേഹത്തിൻ്റെ സഹായിക്കുന്ന LDFിൻ്റെയും നാശത്തിലേക്കുള്ള വഴിയാണ് തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം തുറന്നു പറഞ്ഞിരിക്കുന്നു, അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കേരളത്തിലെ LDFന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇനിയും നിങ്ങൾ ഈ തരത്തിലുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ശവക്കഴി തോണ്ടുന്നതിനുള്ള അവസാനത്തെ, ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെ ഭരണകൂടം പോലും നിങ്ങൾക്കില്ലാതെയായി കേരളത്തിലെ സിംഹവാലൻ കുരങ്ങിനെ പോലെ ഇന്ന് ഇല്ലാതാവുന്നൊരു പ്രസ്ഥാനമായി, ഇന്ത്യയിൽ നിന്നും ഇല്ലാതാവുന്നൊരു പ്രസ്ഥാനമായി CPM മാറേണ്ടി വരുമെന്ന് നിങ്ങളുടെ CPMനെ ഉപദേശിക്കുന്നത് നന്നായിരിക്കുമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതെ, ചർച്ചയിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എല്ലാ അതിഥികളിലേക്കും എത്തേണ്ടതുണ്ട്. എല്ലാവരും സമയക്രമം പാലിക്കും എന്ന് കരുതുന്നു. ശ്രീ പ്രിന്റു, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവർണർ എത്രത്തോളം സ്വീകാര്യനായി എന്നുള്ളതാണ് കണ്ടത്. പ്രതിഷേധങ്ങളെ അവഗണിച്ചുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയ അദ്ദേഹത്തിന് പൊതുജനങ്ങൾ നൽകിയ ഒരു സ്വീകരണമുണ്ട്. ആ സ്നേഹത്തിന്റെ ഊഷ്മളത നമ്മളൊക്കെ തത്സമയം തന്നെ കണ്ടതാണ്. അതുതന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. എനിക്കിവിടുത്തെ പോലീസുകാരുടെ സംരക്ഷണം വേണ്ട, സാധാരണക്കാരായ ജനങ്ങൾ എന്നെ സംരക്ഷിച്ചോളും എന്നുള്ളത്. അവർ ഒരു രാഷ്ട്രീയ ചേരിയിലുള്ളവരുമല്ല. പക്ഷേ
ഒരു മുദ്രാവാക്യം പോലും അവിടെ ഉയർന്നില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. എല്ലാവരും അദ്ദേഹത്തിന് അടുത്തേക്ക് ഓടിയെത്തുകയും കുശലം പറയുകയും ആശ്ലേഷിക്കുകയും ഒരു ഫോട്ടോ എടുക്കാൻ പാടുപെടുകയും ഒക്കെ ചെയ്യുന്ന വളരെ സ്നേഹോഷ്മളമായ ഒരു സാഹചര്യമാണ് നമ്മളവിടെ കണ്ടതെല്ലാം. ിലേക്ക് എത്താം. ശ്രീ പാണ്ഡ്യാല ഷാജി, ഇവിടെ ഗവർണർ കേന്ദ്ര സർക്കാരിൻ്റെ നോമിനിയാണ്, സംഘപരിവാറിൻ്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ എത്തിയതാണ് എന്നുള്ളത് മാത്രമാണോ CPM-നെ ചൊടിപ്പിക്കുന്നത്? ഇതിനകത്തൊരു വളരെ വിചിത്രമായൊരു വാദമാണ്. ഇപ്പം നേരത്തെ സഖാവ് മടവൂരൊക്കെ പറയുമ്പോൾ ഗവർണറുടെ അപ്പോയിൻമെന്റ് എന്ന് പറയുന്നത് അത് പ്യൂർലി പൊളിറ്റിക്കലാണ്. എന്തിനാണ് അങ്ങനെ സംശയിക്കുന്നത്? ഗവർണറെ സെൻട്രൽ ഗവൺമെന്റ് ആണ് നിയമിക്കുന്നത്. സെൻട്രൽ ഗവൺമെന്റ് നിയമിക്കുന്നത് സ്വാഭാവികമായും അത് പൊളിറ്റിക്കലാണ്. അത് പൊളിറ്റിക്കൽ അല്ല എന്ന് സമർത്ഥിക്കേണ്ട യാതൊരു ആവശ്യകതയും ഇല്ല. പൊളിറ്റിക്കലാണത്. സ്വാഭാവികമായും അതിനകത്ത് എന്തുണ്ടാകും? അതിൻ്റെ രാഷ്ട്രീയമായ നിലപാടുകൾ, സ്വാധീനങ്ങൾ, ബന്ധങ്ങൾ അതിനകത്ത് വളരെ കൃത്യമായിട്ട് അത് അണ്ടർഗോയിങ് കരണ്ടിന് അത് പ്രത്യക്ഷ തന്നെ ഉണ്ടായിരിക്കും. ആ ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ച് നമ്മളൊന്ന് ചോദിക്കുക. ഇതിൽ നമ്മൾ ചോദിക്കുമ്പോൾ CPM-ന്റെ ആളുകൾ ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നിയമിക്കുന്നവരെ നിങ്ങൾ ആരെയാണ് നിശ്ചയിച്ചത്? അവിടെയാണ് ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇതിനകത്ത് ഏത് പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരമാണ് ഗോപിനാഥ് രവീന്ദ്രൻ എന്ന് പറഞ്ഞ ആളെ അവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? ഒന്നുമില്ല. അത് മുഴുവൻ തന്നെ ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളുടെ വ്യക്തിപരമായ താല്പര്യത്തിന്റെ ഭാഗമായി നിയോഗിക്കപ്പെടുകയോ നിശ്ചയിക്കപ്പെടുകയോ ചെയ്തതാണ്. അതാണ് അവിടെ അങ്ങനെ ചെയ്യുമ്പോൾ മറുഭാഗത്ത് ചെയ്തുകൂടാന്ന് പറയുന്നതിന്റെ യുക്തി എന്താണത്? ഒന്ന്. രണ്ടാമത്തെ വിഷയം, ഇതിനകത്ത് മറ്റേ ഈ സെനറ്റിലേക്ക് ആളുകൾ നിശ്ചയിക്കുന്നതെന്ന് പറഞ്ഞാൽ അൺഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കും ഇന്ന കാരണങ്ങളാണ് അൺഫിറ്റ് ആണ് എന്ന്. അത് ചൂണ്ടിക്കാണിക്കുന്നതിന് പകരം അത്തരത്തിലുള്ള ഒരു സർഗാത്മകമായ ഇടപെടലുകൾ നടത്താതെ ഒറ്റയടിക്ക് പോയിന്റ് ബ്ലാങ്കിലേക്ക് പറയാനല്ല ശരിക്കും ചെയ്യേണ്ടത്. ഈ ചെയ്യാതിരിക്കുന്നതിന്റെ ഗതികേട് എവിടെയാണ് കിടക്കുന്നറിയോ? ജനാധിപത്യം എന്ന സംഭവം ഇല്ലാതായി തീരുന്നു എന്നുള്ളതാണ്. ഈ ഡെമോക്രസി ഇങ്ങനെ ഇല്ലാതാക്കി തീർക്കുന്നതിന് മറ്റൊരു വേർഷൻ ഞാൻ പറയാം. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു വനിതാ സഖാവ് നേതാവ് പറഞ്ഞത് ഗവർണറെ ഇവിടെ കുതിരവട്ടത്തെ കൊണ്ടുപോകണം എന്ന് പറഞ്ഞൊരു വാദം ഉന്നയിച്ചു. ഞാൻ തിരിച്ചു വയ്ക്കുന്നത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യൻ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്. കോട്ടയത്ത് എത്തിയപ്പോ അവിടെ ഉണ്ടായിരിക്കുന്ന പാർലമെന്റ് മെമ്പർ ആയിരിക്കുന്ന ഇലക്ടഡ് ആയിരിക്കുന്ന പാർലമെന്റ് മെമ്പർ അവിടെ ഉണ്ടായിരിക്കുന്ന ഒരുപാട് പ്രശ്നം പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞത് ക്ഷുഭിതനായ രീതിയിൽ അദ്ദേഹം പറഞ്ഞെന്താണ്? ഇത് പരാതി കേൾക്കാനുള്ള സംഭവമാണ്, ഇയാളോട് ആരോ പറഞ്ഞിരിക്കുന്നതല്ല എന്നാണ്. സ്വാഭാവികമായി കേൾക്കുന്ന ആൾക്ക് എന്താ തോന്നുക? അയാൾക്ക് വട്ടാണോ എന്നല്ലേ തോന്നുക? ഇതിൽ ആരാണ് ആദ്യം ഇതിനുവേണ്ടി ചികിത്സിക്കേണ്ടി വരിക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് യുക്തിയുള്ളൂ. ഇപ്പൊ നമ്മളൊരു കാര്യം അന്വേഷിക്കുകയോ പറയുകയോ ചെയ്യുമ്പോൾ വരേണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അതിനകത്ത് ലോജിക്ക് വിട്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ ലോജിക്ക് വിട്ടുപോകുന്ന രീതിയിൽ സംസാരിക്കേണ്ടി വരുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ടാണ്. ഗവർണർ കുറ്റവാളിയാണ് എന്ന ആരോപണം സഖാവ് മടവൂറിനെ പോലെ ആൾ ഉന്നയിക്കുമ്പോൾ ഇതിൽ എന്തിന്റെ വിലയാണ്? സുപ്രീം കോടതി പരാമർശിച്ച് എന്തിന്റെ വിലയാണ്? മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു പോയിരിക്കുന്ന ഒരു അപരാധത്തിന്റെ വേലയാണ് താൻ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഗവർണർക്ക് ബോധ്യമാക്കപ്പെട്ടത്. അതാണ് സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയത്. അയാൾ രാജിവെക്കുകയാണോ? അപ്പൊ ഇങ്ങനെ പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്കല്ല കൊണ്ടുപോകേണ്ടത്. മറിച്ച് ഇത് മുഴുവൻ തന്നെ എന്താണ്? കള്ളത്തരത്തിൽ കാര്യങ്ങൾ നേടാൻ ശ്രമിച്ചിട്ട് ആ കള്ളത്തരം ഇന്ന് വരെ പബ്ലിക്കിനടുത്ത് പറഞ്ഞിട്ടില്ലല്ലോ. അത് പറയാതിരിക്കുന്നിടത്ത് വെച്ചാണ് ഈ സർക്കാർ എന്തായിത്തീരുന്നത്, ഈ യാത്രയും എന്തായിത്തീരുന്നത്. ജനങ്ങളോട് കളവ് പറയുന്ന സർക്കാരാണ്. ഒറ്റ കാര്യം ഞാൻ പറയാണ്, സമയത്തിന്റെ പരിമിതി കാരണം ചോദ്യങ്ങൾ ഇനിയും ആവർത്തിക്കും. മിസ്റ്റർ കോമ്രേഡ് മടവൂർ, ചോദ്യങ്ങൾ ആവർത്തിക്കും. ഒരൊറ്റ ചോദ്യത്തിനും ഈ മുന്നണിക്കും ഈ പാർട്ടിക്കും ഈ ഗവൺമെന്റിനും മറുപടി പറയുക സാധ്യമല്ലാതായി തീരും. അങ്ങനെ പാർട്ടിയും ഗവൺമെന്റും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നതിന്റെ ഏറ്റവും സുന്ദരമായ മുഹൂർത്തത്തിന്റെ ഉദാഹരണമാണ് ഗവർണർക്ക് ആട് കിട്ടിയ സ്വീകരണമെന്ന് തിരിച്ചറിയാൻ മാത്രമുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും കാണിക്കാനുള്ള ഒരു വിവേകം ഉണ്ടാവണമെന്ന് മാത്രമാണ് എനിക്ക് ഈ വലിയ ഒരു സന്ദർഭത്തിൽ സമയത്തിന്റെ പരിമിതി കാരണം പറയാനുള്ളത്. അതെ, ശ്രീ പ്രിന്റു, താങ്കൾക്ക് കേൾക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ഏറ്റവും സ്വീകാര്യനായ ഗവർണറെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. കൂടുതൽ സ്വീകാര്യനാകുന്ന കാഴ്ചയുമാണ് കണ്ടത്. കേരളത്തിൽ 4 കോടി ജനതയുടെ ആത്മാഭിമാനം ഉയർത്തിയ ആളാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. ഇടതുപക്ഷവും DYFIയും SFIയും ഈ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ നടക്കുന്ന സമരം അവരുടെ വാട്ടർലൂ ആണ്. ഒരു സംശയം വേണ്ട, കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ
ആ പിണറായി വിജയന്റെ കാലഘട്ടത്തിലെ ഗവർണറായിരുന്നു എന്നാണ് ആരിഫ് മുഹമ്മദ് ഖാൻ അറിയപ്പെടാൻ പോകുന്നത്. ഇപ്പോൾ SFI ന്യായീകരിക്കുന്ന സലീം അടൂർ സാർ, നിങ്ങൾക്കും വിദ്യാർത്ഥി സംഘടനയുണ്ടല്ലോ, നിങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഈ നരാധമ SFI സംഘം തരുമോ? ഞാനത് ചോദിക്കട്ടെ. നിങ്ങൾക്ക് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാധിക്കുമോ? സാധിക്കില്ല. ഇത് നഗ്നമായ സത്യമാണ്. കുറേ വർഷങ്ങളായി, കുറേ കാലങ്ങളായി, ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, വലിയ പ്രബുദ്ധരായിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിലുള്ളതെന്ന്. നിങ്ങളിപ്പോൾ റാങ്കിങ് നോക്കൂ. 1980കളിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് എന്ന് പറയുന്നത് ആദ്യത്തെ 10-ലായിരുന്നു. കേരള യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് നിങ്ങൾ ഇന്ന് നോക്കൂ, 90-ലും 95-ലും കിടക്കുകയാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികൾ. 1980കൾ മുതലാണ് കേരളത്തിൽ SFIയുടെ സമഗ്രാധിപത്യം യൂണിവേഴ്സിറ്റികൾ ഉണ്ടാവുന്നത്. അന്ന് മുതൽ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ കണ്ടകശരി തുടങ്ങി. ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നേരത്തെ നിയാസ് സാർ പറഞ്ഞ പോലെ ഇവിടെ അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ട സാഹചര്യമാണ് ഉള്ളത്. 15,000 20,000 പേരാണ് ഓരോ 3 മാസം കൂടുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. നമ്മൾ ചിന്തിക്കണം, അഭ്യസ്ത വിദ്യരായ ചെറുപ്പക്കാർക്ക് ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ഈ കേരളത്തിലെ ഈ സർക്കാർ എന്താണ് ചെയ്തു കൊടുക്കുന്നത്? നിങ്ങളുടെ ആളുകൾക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്, അതാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഡിവൈഎഫ്ഐയുടെ മന്ത്രിമാർക്ക്, നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ ഭാര്യമാർക്കും ജോലി കൊടുക്കാനുള്ള ഒരു സഹകരണ സ്ഥാപനമായിട്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ കണക്കാക്കാൻ സാധിക്കില്ല എന്നുള്ള പ്രഖ്യാപനം ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുമ്പോഴാണ് നിങ്ങൾ ആരിഫ് മുഹമ്മദ് നിങ്ങളുടെ ശത്രുവാകുന്നത്. ഞാൻ പറയട്ടെ, ജനാധിപത്യ രീതിയിൽ നിങ്ങൾ പ്രതിഷേധിക്കണം. അപ്പം ഞാൻ പറയട്ടെ, ഈ ജസ്റ്റിസ് സദാശിവം കേരളത്തിലെ ഗവർണറായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് അന്ന് സദാശിവമായിട്ട് ചില ഏറ്റുമുട്ടലുകൾ ABVP ഉണ്ടായിട്ടുണ്ട്. അന്ന് സദാശിവത്തിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചവരാണ് ഞങ്ങൾ. നരേന്ദ്രമോദി സർക്കാർ അപ്പോയിന്റ്മെന്റ് ചെയ്ത ആളാണല്ലോ സദാശിവം. ജനാധിപത്യ രീതിയിൽ സദാശിവത്തിനെതിരെ പ്രതികരിച്ച പ്രസ്ഥാനമായിരുന്നു ABVP. എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് എന്താ? സകലമായ പ്രോട്ടോക്കോളുകളെയും തട്ടി മാറ്റി. ഗവർണറുടെ ഇപ്പോൾ ഈ സലീം അടൂർ സാറ് ഗവർണറുടെ പദവിയുടെ ആധികാരികതയൊക്കെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഒരു ഗവർണറെ ഏതൊക്കെ രീതിയിൽ ഇവിടെ അപമാനിക്കാൻ ശ്രമിക്കുന്നു? പ്രോട്ടോകോൾ പ്രകാരം ഇപ്പം ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ പൈലറ്റ് വാഹനം എവിടെയെങ്കിലും നിർത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ ഗവർണറുടെ കാറിന്റെ മുകളിലേക്ക് ഒരാൾക്ക് എടുത്തു ചാടി അതിനെ ആക്രമിച്ച് 75,000 രൂപയുടെ നഷ്ടം ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുക? അത് സാധിക്കാനുള്ള കാരണം ആസൂത്രിതമായിട്ട് ഒരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി സത്യത്തിൽ നമ്മളുടെ പിണറായി വിജയനും ആഭ്യന്തരമന്ത്രി പിണറായി വിജയനും ഒന്നുമല്ല. 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള രവീന്ദ്രനും ശശിയും കൂടി ഇപ്പൊ ഗവർണർക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. അവരുടെ ഈ കുട്ടി പട്ടാളമായിട്ടാണ് SFI പ്രവർത്തിക്കുന്നത്. കാരണം ശശിയുടെയും ഈ 10ാം ക്ലാസ്സും ഗുസ്തിയുള്ള രവീന്ദ്രന്റെ ബുദ്ധി ഭരണഘടനയ്ക്ക് നിരക്കുന്ന ബുദ്ധിയാവില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കേരളത്തിൽ ജനാധിപത്യം വേണം. കമ്മ്യൂണിസ്റ്റ് സമഗ്രാധിപത്യത്തിൽ നിന്ന് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെ മോചിപ്പിക്കണം. ജനാധിപത്യ രീതിയിൽ എല്ലാ ആളുകൾക്കും പ്രാതിനിധ്യം യൂണിവേഴ്സിറ്റിക്കകത്ത് വരണം. അതിനുള്ള ജീവവായുവാണ്, അതിനുള്ള ആത്മവിശ്വാസമാണ്, അതിനുള്ള ആത്മാഭിമാനമാണ് ഇവിടെ നെഞ്ചുയർത്തിപ്പിടിച്ചുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത്. ആരിഫ് മുഹമ്മദ് ഖാൻ കൂടെ ഈ കേരളത്തിലെ 4 കോടി ജനങ്ങളുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്, യാതൊരു സംശയവും വേണ്ട. ആ ജനതയുടെ സമയപരിമിതിയുണ്ട്. ശ്രീ PM നിയാസ്, അവസാനമായി താങ്കൾക്ക് കൂട്ടിച്ചേർക്കാനുള്ളത്, ഇപ്പോൾ സെനറ്റിലും സിൻഡിക്കേറ്റിലും ഒക്കെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. തങ്ങളുടെ നോമിനികളെയാണ് കയറ്റുന്നത്. ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ട ഈ പ്രതിഷേധങ്ങളെയൊക്കെ കോൺഗ്രസ് എങ്ങനെ ഇനിയും നോക്കിക്കാണും ഭാവിയിൽ? നോക്കൂ, കേരളത്തിലെ സർവകലാശാല CPM കയ്യിലൊതുക്കുകയും SFIക്കാർക്ക് അഴിഞ്ഞാട്ടത്തിനുള്ള വേദിയാക്കുകയും ചെയ്തത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരിക്കുന്ന ഭയാനകമായ ഒരവസ്ഥ. ആ അവസ്ഥയ്ക്ക് മാറ്റം വരേണ്ടതുണ്ട്. ഇപ്പോൾ എന്തായാലും എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്ന ഒരു നിലപാട് CPM എടുക്കുകയാണ്. ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവർണർ എടുത്ത എല്ലാ തീരുമാനങ്ങളും ശരിയല്ലെങ്കിലും ഗവർണർ എടുത്ത തീരുമാനങ്ങളിൽ ഏത് നിയമനമാണ് അവിഹിതമായി അല്ലെങ്കിൽ അയോഗ്യരായി മാറ്റേണ്ടത് ബോധ്യപ്പെടുത്തട്ടെ. അല്ലാതെ തങ്ങളുടെ സ്ഥാപനമായി തങ്ങളുടെ കൈവെള്ളയിൽ ഒതുങ്ങുന്ന ഒരു പോക്കറ്റിൽ ഒതുങ്ങുന്ന ഒരു പോക്കറ്റ് സംഘടനയായി യൂണിവേഴ്സിറ്റികളെ മാറ്റാനുള്ള SFIയുടെ നിലപാട് അത് ദൂരവ്യാപകമായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ടാക്കുന്ന അപജയങ്ങൾ അവയ്ക്ക് ഉത്തരവാദികൾ CPM-ഉം SFI മാത്രമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഗവർണർ എടുത്ത നിലപാട് ഈ CPM-ന്റെ മുഖം നഷ്ടപ്പെടുത്തുന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. CPM ജാളിലായിരിക്കുന്നു. SFIക്കാർ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഗവർണറെ കാലുകുത്തില്ല എന്ന് പറഞ്ഞപ്പോൾ 3 ദിവസം അദ്ദേഹത്തിന് അവിടെ കഴിയാൻ കഴിഞ്ഞത് ഈ ഗവർണറുടെ
നയപരമായ അവരുടെ ഗവർണറുടെ പ്രവർത്തനത്തിലുള്ള അല്ല വിജയമായി അദ്ദേഹം അത് തെളിയിക്കുക തന്നെയാണ് ചെയ്തത്. കാലുകുത്തിയത് പോയിട്ട് ഗസ്റ്റ് ഹൗസിൽ എങ്ങനെ 3 ദിവസം തങ്ങാം, അതിനുശേഷം ആ ക്യാമ്പസിന്റെ റോഡിലേക്ക് വന്ന മാധ്യമങ്ങളെ എങ്ങനെ കാണാം എന്നുള്ളതൊക്കെ. എന്തായാലും ശ്രീ സലിം മടവൂറിനോട് കൂടി അവസാനമായി ചോദിക്കേണ്ടിയിരുന്നു ഇനി ഒരു തിരുത്തലിന് തയ്യാറാകുമോ എന്ന്. പക്ഷേ അദ്ദേഹം ചർച്ചയിൽ നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. നമ്മുടെ ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാ പ്രതിഷേധങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് ഗവർണർ പൊതുനിരത്തിലൂടെ ഇറങ്ങി നടന്നപ്പോൾ സ്വയം പരിഹാസ്യരായി മാളത്തിലൊളിക്കുന്ന പ്രതിഷേധക്കാരെയാണ് നമ്മൾ കണ്ടത്. നാണം കെട്ടിട്ടും മുഖം രക്ഷിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ ക്യാപ്സ്യൂളായിരുന്നു കേരളം സുരക്ഷിതമായതുകൊണ്ടാണ് ഗവർണർക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാനായത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശം. സംസ്ഥാനത്തെ പ്രഥമ പൗരന് ഭരണഘടന നൽകുന്ന നിയമവും സുരക്ഷിതത്വവും എന്തെന്ന് ഇനിയെങ്കിലും മുഖ്യൻ പഠിച്ചാൽ നന്ന്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.